വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അമേരിക്കയിൽ ഉണ്ടായത്. ഫ്ലോറിഡയിലെ സ്പേസ് എക്സ് ക്രൂ 10 വിക്ഷേപിച്ചു. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് 4 ബഹിരാകാശ യാത്രികരുമായി ഈ പേടകം പറന്നുയർന്നത്. 4 പേർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്നതോടെ 9 മാസമായി അവിടെ എത്തുന്ന നമ്മുടെ സുനിത വില്യംസും ബ്രീച്ച് ബൂർ മറ്റ് അദ്ദേഹവും ഭൂമിയിലേക്ക് മടങ്ങും. 4 പേർ ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സയൻസ് ഡെസ്കിൽ നിന്ന് പ്രജിൻ സി കണ്ണൻ തത്സമയം പുറത്തുനിന്ന് ചേരുകയാണ്. പ്രജിൻ, ഗുഡ് മോർണിംഗ്. പ്രജിൻ, ശരിക്കും ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബഹിരാകാശ സഞ്ചാരികൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും 9 മാസം ഒരാളവിടെ പെട്ടുപോയി, ഒന്നല്ല 4 പേർ. തീർച്ചയായിട്ടും എസ് കെ, ഇത് നാസ ഇതിനെ വളരെ വളരെ ലളിതമായിട്ടാണ് പറയുന്നത്. ഒരു ഷിഫ്റ്റ് ചേഞ്ചിങ് പ്രോസസ്സാണ് നടക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഒരു ജോലിയിൽ ഒരു ഷിഫ്റ്റ് ചേഞ്ച് ഉള്ളതുപോലെ 4 പേർ അവിടെ എത്തുന്ന ആൾ ജോലി ചെയ്യുകയായിരുന്നു, അതിന് പകരം 4 പേർ അങ്ങോട്ട് പോകുന്നു. ആ 4 പേർ അവിടെ എത്തുന്ന മുറയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്ന 4 പേർ തിരികെ ഭൂമിയിലേക്ക് എത്തും. ഇങ്ങനെയാണ് ലളിതമായി ഇതിനെ പറയുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം സുനിത വില്യംസ് ഈ ക്രൂവിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ജൂൺ മുതൽ വലിയൊരു ആശങ്കയിലായിരുന്നു നമ്മൾ. എപ്പോഴാണ് ബുച്ച് വിൽമോറും സുനിത വില്യംസും തിരികെ ഭൂമിയിലേക്ക് എത്താൻ പോകുന്നത്? ഇതിന്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ എസ് കെ വളരെ പെട്ടെന്ന് പറയാം. അതായത് ജൂൺ മാസത്തിലാണ് സ്റ്റാർലൈനർ പേടകത്തിൽ ഒരു പരീക്ഷണ പറക്കലിനായി ഈ ബുച്ച് വിൽമോറും സുനിത വില്യംസും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. അവിടെ എത്തുകയും ചെയ്തു, അവിടെ തുടരുകയും ചെയ്തു. പക്ഷേ 8 ദിവസത്തിനകം തിരികെ ഭൂമിയിലേക്ക് എത്തണമായിരുന്നു. പക്ഷേ ആ സമയത്താണ് ഈ സ്റ്റാർലൈനർ പേടകത്തിൽ ചില തകരാറുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരു നിരീക്ഷണം വരുന്നത് നാസയുടെ ഭാഗത്തും. അതുകൊണ്ട് തൽക്കാലം ബുച്ച് വിൽമോറും ഒപ്പം സുനിത വില്യംസും തിരികെ ഭൂമിയിലേക്ക് വരണ്ട, അവിടെ തങ്ങട്ടെ, ISS തങ്ങട്ടെ എന്ന് പറയുന്നു. എന്നാൽ സ്റ്റാർലൈനർ പേടകം തിരികെ ഭൂമിയിലേക്ക് എത്തിയത് ഒരു പ്രശ്നമില്ലാതെയാണ്. പക്ഷേ ഒരു സംശയത്തിന്റെ ഫലത്തിലാണ്, ഒരു പ്രശ്നത്തിലാണ് അവരോട് അവിടെ തുടരാൻ പറഞ്ഞത്. പക്ഷേ പിന്നീട് എപ്പോഴാണ് തിരികെ ഭൂമിയിലേക്ക് അവർ വരിക എന്നൊരു വലിയ ചോദ്യമായിരുന്നു. പിന്നാലെ സെപ്റ്റംബർ മാസത്തിലാണ് ഈ അടുത്ത പേടകമായ ക്രൂ 9 എന്ന പേടകം നാസ വിക്ഷേപിക്കുന്നത്. ക്രൂ 9 പേടകം അവിടെ പോയി സെപ്റ്റംബറിൽ ISS അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ വാഹനത്തിൽ എപ്പോൾ വേണമെങ്കിലും തിരികെ ഭൂമിയിലേക്ക് സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും വരാമായിരുന്നു. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് എസ് കെ. അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് വെറുതെ ഒരു സുഖവാസത്തിന് പോകുന്നതല്ല, അവിടെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താനുണ്ട്. അവിടെ കൃത്യമായ സ്റ്റാഫ് എല്ലാ സമയത്തും വേണം എന്ന് നിർബന്ധവുമുണ്ട്. 4 പേരടങ്ങുന്ന സംഘം എപ്പോഴും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ വേണം ചില പരീക്ഷണം നടത്താൻ എന്നതാണ് അതിന് കൃത്യമായ ഒരു വിശദീകരണം നാസ നൽകുന്നത്. ആ 4 പേർ ഇല്ലാതായി പോകും. അതായത് സുനിത വില്യംസും ബുച്ച് വിൽമോറും തിരികെ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 2 പേർ മാത്രമായി ചുരുങ്ങും. കാരണം ക്രൂ 9 സെപ്റ്റംബറിൽ വിക്ഷേപിച്ചപ്പോൾ ഈ ക്രൂ 9 പേടകത്തിൽ 2 പേർ അങ്ങോട്ട് പോയതാണ്. അങ്ങനെ 4 പേർ അടങ്ങിയ ഒരു ടീമായിട്ടാണ് ചില പരീക്ഷണങ്ങൾ അവിടെ നടത്തേണ്ടിയിരുന്നത്. അത് ഇല്ലാതായി പോകും തിരികെ ഭൂമിയിലേക്ക് ആ സെപ്റ്റംബർ മാസത്തിൽ തന്നെ സുനിത വില്യംസ് മടങ്ങിയാൽ. അതുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ തുടരുക, അടുത്ത ക്രൂ വരുന്നത് വരെ നിങ്ങൾ തുടരുക നിർദ്ദേശം നൽകി എന്നാണ് നാസ ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഇന്നിപ്പോൾ സംഭവിച്ച കാര്യം പറയാം. ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 4:33 ഈ പേടകം വിക്ഷേപിച്ചത്. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 എന്ന് പറയുന്ന ഏറ്റവും മോഡേൺ ആയിട്ടുള്ള റോക്കറ്റിലാണ് ഇതിന്റെ വിക്ഷേപണം നടന്നത്. അതിന്റെ വിക്ഷേപണ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ കാണാം. പുതിയ ടെക്നോളജിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ 450 കിലോമീറ്റർ അകലെയുള്ള ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഈ ക്രൂവിന് എത്തിക്കാൻ സാധിക്കും എന്നതാണ് പ്രത്യേകത. നാളെ ഏതാണ്ട് ഒരു 7 മണിയോടുകൂടി 7 മണി കഴിഞ്ഞൊരു 10 മണിക്കുള്ളിൽ തന്നെ അവിടേക്ക് ഡോക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ നാസ വ്യക്തമാക്കുന്നത്. ഈ പുതിയ പേടകം ഈ ക്രൂ 10 വെറുതെ പോകുന്നതല്ല. ക്രൂ 10-ൽ 4 പേരുണ്ട്. 2 നാസയുടെ ആസ്ട്രോനോട്ട്സ്, ഒരു ജപ്പാനിൽ നിന്നുള്ള ബഹിരാകാശ സഞ്ചാരി, മറ്റൊന്ന് റഷ്യയിൽ നിന്നുള്ള സഞ്ചാരിയാണ്. അങ്ങനെ 4 പേരുടെ സംഘം അങ്ങോട്ട് പോകുന്നു. അവരവിടെ ഡോക്ക് ചെയ്ത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് കയറുന്നു. അവിടെയുള്ള ബുച്ച് വിൽമോറും ഈ സുനിത വില്യംസും പിന്നെ 2 പേരും സെപ്റ്റംബറിൽ പോയ 2 പേരും, അങ്ങനെ 4 പേർ നേരത്തെ അവിടെ ഡോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പേടകത്തിൽ തിരികെ ഭൂമിയിലേക്ക് മടങ്ങാൻ പോകുന്നു. ഇതാണ് നടക്കാൻ പോകുന്നത്. ഇനി ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഫാൽക്കൺ 9 റോക്കറ്റിന്റെ കൃത്യമായ ലോഞ്ചിങ്ങും തിരികെയുള്ള ലാൻഡിങ്ങും അത് വളരെ അക്യുറേറ്റ് ആയിട്ട് ഇന്ന് സംഭവിച്ചു എന്നുള്ളതാണ്. അതിന്റെ ലാൻഡിംഗ് ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സ്പേസ് എക്സ് പുറത്തുവിട്ടിട്ടുണ്ട്. വളരെ കൃത്യമായി തിരികെ ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്യുന്നു. ആ ലാൻഡ് ചെയ്യുന്നത് നിമിഷങ്ങൾക്ക് മുൻപാണ് അതിന്റെ കാലുകൾ വിടരുന്നതും അത് കൃത്യമായി ലാൻഡ് ചെയ്യേണ്ട ഏരിയയിൽ തന്നെ തിരികെ ഭൂമിയിലേക്ക് വരുന്നതും. അങ്ങനെ പുനരുപയോഗിക്കാൻ കഴിയുന്ന റോക്കറ്റുകളുടെ കാലം വരാൻ പോവുകയാണ്. അത് കൃത്യമായി പരീക്ഷിച്ച് വിജയിപ്പിച്ചെടുക്കാൻ സ്പേസ് എക്സിനും നാസയ്ക്കും സാധിച്ചു എന്നുള്ളതാണ് ശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഈ മണിക്കൂറിലെ. താങ്ക് യു പ്രജിൻ സി കണ്ണൻ.